നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊള്ളാം. മനസ്സിൽ കല്ല് വെച്ചിട്ടാണെങ്കിലും നീ സ്വപ്നയെ ചതിച്ചത് കലക്കി. ഇനി സ്വപ്നയ്ക്ക് എന്നെ ധിക്കരിച്ചാല് എന്ത് സംഭവിക്കുന്നൊന്ന് കാണിച്ചു കൊടുക്കണം. മോളെ, നീ അനിതയെ വിളിച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അനിതയല്ലേ? ഞാൻ ശാലിനി, ഗോപാൽജിയുടെ മകളാ. ഞാനൊരു ടിപ്പ് തരാൻ വേണ്ടിയാ വിളിച്ചേ. മയക്കുമരുന്ന് കടത്തുന്നൊരു പെണ്ണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. KL01BX5847 ഇതാണ് വണ്ടി നമ്പർ. അവള് മേരി മാതാ കോളേജിന്റെ വഴിക്കാണ് പോയത്. ഇപ്പൊ പോയാ വേഗം പിടിക്കാം. അയ്യോ, എനിക്കിതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ച് നല്ല ഇടി കൊടുത്താൽ മാത്രം മതി. ഞാൻ അച്ഛനെ കൊടുക്കാം. ഹലോ അനിത, ഈ ഇൻഫർമേഷൻ ഞങ്ങൾ തരുന്നത് നല്ല പൗരന്മാരാവാൻ വേണ്ടിയൊന്നുമല്ല. ആ പെണ്ണ് അനുഭവിക്കണം. ഇതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന അനുമോദനങ്ങൾക്ക് പുറമെ എന്റെ വകയും ചില സമ്മാനങ്ങളുണ്ടാവും. ശരിയെന്നാ. അവൾ ആ കാര്യം ഏറ്റെടുത്തു. അവൻ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും അവൻ പറഞ്ഞത് ചെയ്തില്ലേ? ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിട്. അവനൊരു മണ്ടനാ ഗോപാലേട്ടാ. സ്വപ്ന അവനെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചതിന് അവനെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തരാണോ? അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. മയക്കുമരുന്ന് കേസിൽ സ്വപ്ന കുറെ കാലം അകത്ത് കിടക്കേണ്ടി വരും. അത്രയും കാലം അവൻ അവളെ ആലോചിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? കൂടിപ്പോയ ഒരു മാസം. അതിൻ്റെ ഉള്ളില് അവൻ വേറൊരുത്തിയുടെ പുറകെ നടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ അവന്റെ ഈ വിഷമമൊക്കെ ഒന്ന് കണ്ടില്ലെന്ന് അടിച്ചാ മതി. ഞാനിതൊക്കെ ചെയ്യുന്നത് അവന്റെ നല്ലതിനു വേണ്ടി തന്നെയാ. കൊറേ നേരം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ? ഉണ്ടാവും. ഞാൻ അത്ര സത്യസന്ധയൊന്നും അല്ലെന്ന് നിനക്കറിയാലോ. ഈ വെയിലത്ത് നിന്ന് ഞാൻ എന്റെ കളറ് കളയുന്നുണ്ടേ, എന്തേലും ഗുണം ഉണ്ടാവില്ലേ? അനിതേ, തനിക്ക് കിട്ടിയ വിവരം വെച്ചിട്ടാ വേറെ ഡ്യൂട്ടി ഉണ്ടായിട്ടും നമ്മൾ ഇവിടെ ചെക്കിങ്ങിനായിട്ട് നിൽക്കുന്നത്. ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവോ? ഉറപ്പായി. തനിക്ക് ഇൻഫർമേഷൻ തന്നത് ആരാണെന്നെങ്കിലും ഒന്ന് പറ. അത് പറ്റില്ല സർ. എനിക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ തരുന്നവരെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വ. സാറ് ടെൻഷൻ അടിക്കണ്ട. ഈ ചെക്കിങ്ങിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം. എന്തായാലും ചെക്കിങ് ഇപ്പൊ തന്നെ തീരുമല്ലോ. ഇങ്ങോട്ടിറങ്ങ്. എങ്ങോട്ടാ മോളെ? അതെന്തിനാ നിങ്ങളോട് പറയുന്നത്? വണ്ടിയിൽ ബുക്കും പേപ്പറും ഉണ്ടോ നോക്കിയാ പോരെ? പോലീസിനോട് തുറക്കുത്ര പറയുന്നോടി. അനിതേ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കേ. ഇത് ഗിരിയുടെ അനിയത്തിയാ. ഓ,
നാത്തും പോലീസും ചേട്ടൻ ഗുണ്ടയോ ആയതിന്റെ അഹങ്കാരമായിരിക്കും അല്ലേ? സ്വപ്ന പോയിക്കോട്ടെ, നമുക്കറിയാവുന്ന കുട്ടിയല്ലേ. സോറി സർ, നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഒരു ഗുണ്ടയുടെ പെങ്ങൾക്ക് വേണ്ടി അത് വളച്ചൊടിക്കുന്നത് ശരിയാണോ? വണ്ടി പരിശോധിച്ചിട്ടേ ഞാൻ വിടൂ. എന്താടിത്? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? മയക്കുമരുന്നാണല്ലോ. ഇതെന്തായാലും 500 ഗ്രാം ഉണ്ടാവില്ലേ സാറേ? കാണും. കൊറേ കാലം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. ഇതെന്റെ ഒന്നും അല്ല. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊടുക്കാൻ നോക്കുക. ഇത് നിന്റെ പണിയാണോടെ? വീട്ടിലേക്ക് വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ദേ. ഒരു പോലീസുകാരിയെ നോക്കി എടി പൊടിയെന്ന് വിളിക്കുന്നു. നിന്റെ നോത്തും പോരൊക്കെ അങ്ങ് വീട്ടിയെടുത്താ മതി. ഇവിടെ നീ ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയാ. എന്നെ തല്ലിയല്ലേ? കാണിച്ചു തരാം. ഗിരിയേട്ടൻ ഇതൊന്നും അറിയട്ടെ. മിണ്ടിപ്പോരുത്. അവളുടെ ഒരു ഗിരിയേട്ടൻ. എന്ത് നോക്കി നിൽക്കുവാ? പ്രതിയുടെ വണ്ടിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുപിടിച്ചില്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എന്നാ വിലങ്ങെടുത്തോണ്ട് വരാൻ ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ?